ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മണ്ണൂരമ്പറമ്പിലച്ചൻ്റെ 3 പുസ്തകങ്ങളുടെ ഒരു വിൽപ്പനയെക്കുറിച്ച് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. മണ്ണൂരമ്പറമ്പിലച്ചൻ്റെ കയ്യൊപ്പുള്ള പുസ്തകങ്ങൾ, അദ്ദേഹം രചന നിർവഹിച്ച സീറോ മലബാർ കുർബാനയുടെ ചരിത്രം, സീറോ മലബാർ കുർബാനയുടെ വ്യാഖ്യാനം വാല്യം 1, സീറോ മലബാർ കുർബാനയുടെ വ്യാഖ്യാനം ഒരു പഠനം വാല്യം 2, ഇങ്ങനെ 3 പുസ്തകങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പാമ്പളാനി പിതാവ് ആളൂർ വന്ന് ബിബ്ലി അക്കാദമിയുടെ ദുഃഖാന നവോത്ഥാന സമ്മേളനത്തിൽ പ്രകാശനം ചെയ്ത 3 പുസ്തകങ്ങൾ, അതിൽ മണ്ണൂരമ്പറമ്പിലച്ചൻ്റെ കയ്യൊപ്പ് ചാർത്തിയ 5 സെറ്റ് പുസ്തകങ്ങൾ. അത് വേണ്ടവർ പണം കോട്ട് ചെയ്താൽ അതിനനുസരിച്ച് ഏറ്റവും ഉയർന്ന ആളുകൾക്ക്, ഏറ്റവും ഉയർന്ന പണം കോട്ട് ചെയ്യുന്നവർക്ക് അത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് വളരെ നല്ല സ്വീകരണമാണ് നമുക്കുണ്ടായത്. ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്ത് ഒരാൾ കോട്ട് ചെയ്തത് 17,000 രൂപയാണ്. 17,000 രൂപ. മറ്റൊരാൾ കോട്ട് ചെയ്തത് 15,000 രൂപ. മൂന്നാമതൊരാൾ 10,000 രൂപ. പിന്നെ 2 പേര് ഒരേ പൈസയാണ് കോട്ട് ചെയ്തത്. 5,555, 5,555 അതേ വില 2 പേര്. അപ്പോൾ ഇങ്ങനെ ഈ ഏറ്റവും ഉയർന്ന വില കോട്ട് ചെയ്തത് ഇവരാണ്. അപ്പോൾ അവർക്കാണ് ഈ പുസ്തകങ്ങൾ, ഈ മണ്ണൂരമ്പറമ്പിലച്ചൻ്റെ കയ്യൊപ്പുള്ള പുസ്തകങ്ങൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ആ കോട്ട് ചെയ്ത വിലയ്ക്കാണ് കൊടുക്കുന്നത്. അതിൽ അവരുടെ പേരുകൾ കൂടി, കോട്ട് ചെയ്തതിൻ്റെ പേരുകൾ കൂടി ഞാനൊന്ന് പറയുകയാണ്. എല്ലാവരുടെയൊന്നും പെർമിഷൻ കിട്ടിയിട്ടില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. കാരണം ഇത് വെറും ഊഹമോ ഭാവനയോ അല്ല, ശരിക്കും സംഭവിച്ചതാണ് എന്ന് അപ്പോഴും സംശയമാണല്ലോ, എല്ലാവർക്കും ഈ സംശയമാണ്. അത് തീരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ആൻഡോച്ചൻ ജോസഫ്, ഫാദർ ജോസഫ്, ജോർജ്, ക്യാപ്റ്റൻ ടോൺ ജോസഫ്, ബേബി ചിറ്റ്ലപ്പള്ളി, ഇങ്ങനെ ഉള്ളവർക്കാണ് ഈ പുസ്തകങ്ങൾ ലഭിക്കുക. ഇതൊരു സംസ്കൃതിയുടെ ഔന്നത്യമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഗ്രന്ഥകർത്താവ്, രചയിതാവ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫുള്ള, അദ്ദേഹത്തിൻ്റെ ഒപ്പ് ചാർത്തിയ ഒരു പുസ്തകം വാങ്ങിക്കുക, അതൊരു ക്രെഡിറ്റായി, പ്രിവിലേജായി കണക്കാക്കുന്ന ഒരു സംസ്കൃതി. ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് സിനിമാ നടന്മാരല്ല, മറിച്ച് ഗ്രന്ഥകർത്താക്കളാണ്. ഗ്രന്ഥകർത്താക്കളെയാണ് അവിടെ സെലിബ്രിറ്റികളായിട്ട് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും സിനിമാ നടന്മാർക്കും സിനിമാ നടിമാർക്കൊക്കെ വലിയ മാർക്കറ്റ് ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും അവരെക്കാളൊക്കെ ഉയർന്ന് സെലിബ്രിറ്റി ആയിട്ട് കണക്കാക്കുന്നത് ഗ്രന്ഥകർത്താക്കളെയാണ്. നിങ്ങൾ ചിലരെങ്കിലും വീക്ഷിച്ച് കാണും, ഞാൻ ഈ എൻ്റെ ധ്യാനങ്ങൾ, വലിയ ധ്യാനങ്ങൾ നടത്തുന്ന സ്ഥലത്തൊക്കെ, ഞാൻ വലിയ ധ്യാനങ്ങൾ, അതായത് സ്പോർട്സ് ഹാളിലോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലൊക്കെ ധ്യാനം നടത്തുന്ന സമയത്തൊക്കെ എൻ്റെ അപ്പുറത്തപ്പുറത്തും 2 ആളുകൾ നിർത്തും, ഒരു ബോഡി ഗാർഡിനെ നിർത്തും. കാരണം പലരും ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ ചില തിക്കും തിരക്കും, സെൽഫി എടുക്കാനും അങ്ങനെയുള്ള ചില തിരക്കുകളുണ്ടാകും. അപ്പോൾ വലിയ ധ്യാനങ്ങളാണെങ്കിൽ ബോഡി ഗാർഡിനെ നിർത്തും, അല്ലെങ്കിൽ വികാരിച്ചനോ കൊച്ചച്ചനോ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ അച്ഛന്മാരൊരാൾ നമ്മുടെ കൂടെ നിൽക്കും. അതായത് ഈ വരുന്ന ആളുകൾ സെൽഫി എടുക്കാൻ വരുന്നവരുണ്ടാകാം, പിന്നെ മറ്റുദ്ദേശങ്ങൾ വരുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അതിൻ്റെ പരിഭാഷകൾ ജർമ്മൻ ഭാഷയിലുണ്ട്, പോളിഷ് ഭാഷയിലുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ എൻ്റെ തന്നെ ഒപ്പോടുകൂടി വാങ്ങിക്കുക, അതൊരു സംസ്കൃതിയാണ്. ആ ഗ്രന്ഥകർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അതേ സംസ്കൃതിയാണ് ഇവിടെ നമ്മൾ കാണിച്ചത്. നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളും കത്തോലിക്കരും ഇടയിൽ. ഈ പ്രതികരണം, അതായത് 17,000, 15,000, 10,000 രൂപയൊക്കെ അങ്ങനെ വലിയ സംഖ്യകൾ കോട്ട് ചെയ്ത് ഈ അച്ഛൻ്റെ ഒപ്പുള്ള പുസ്തകം വാങ്ങിക്കാനായിട്ട് മനസ്സ് കാണിച്ചത് ഞാൻ സംശയിച്ചാണ് ഇത് അവതരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ സംസ്കൃതി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലും ഈ സംസ്കൃതി വളരെ ഉയർന്ന സംസ്കൃതി, ഉന്നതമായ സംസ്കൃതി ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പുസ്തകങ്ങൾക്ക് ഇതുപോലെ വലിയ സ്വീകരണം കിട്ടിയത്. ഇങ്ങനെ കോട്ട് ചെയ്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും അവരോട് നന്ദി പറയുകയുമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ ഒരു കാര്യം കൂടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു സർഗാത്മകതയുള്ളൊരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഞാൻ സെമിനാരിലൊക്കെ പല നാടകങ്ങൾക്കും കട്ടം വരച്ചിട്ടുണ്ട്, സെമിനാരിക്ക് പുറത്തും ഞാൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു അത്രയും ഭാവനയിൽ നിന്ന് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്നിട്ട് പോലും ഞാൻ വരച്ച ചില ചിത്രങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് തിരുവചന ജപമാല എന്ന പുസ്തകമാണ്. അതിൽ ഞാൻ വരച്ച പെൻസിൽ ഡ്രോയിങ്. ഇത് ചെറിയൊരു പെയിൻറ്റിംഗ് ആണ്, ഒരു ചെറിയൊരു പെയിൻറ്റിംഗ് ആണ്. എന്നിട്ട് പോലും ഇത് എൻ്റെ ധ്യാനങ്ങളിൽ ഇത്തരം പെയിൻറ്റിങ്സ്, ഇതിൻ്റെ ഒറിജിനൽ കുറച്ചുകൂടിയൊക്കെ വലുപ്പമുണ്ട്, ഒരു A4 ഷീറ്റിൻ്റെ അത്രയും വലുപ്പമുള്ള, അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാകും.
അങ്ങനെയുള്ള ആ പെയിൻറ്റിങ്സ് ഓപ്ഷന് വയ്ക്കും. 100-150 യൂറോ വെച്ചിട്ട് ഒരു 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 പെയിൻറ്റിങ്ങിന്. എന്നിട്ട് അവർ അത് ഇത് പോളിഷ് ഭാഷയിൽ ഇറങ്ങിയ തിരുവചന ജപമാലയാണ്. പോളിഷ് ഭാഷയിൽ അവർ 2 വോളിയമായിട്ടാണ് ഇറക്കിയത്. ഇത് ബിബ്ലിക്കൽ ഗ്രോസറി ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബിബ്ലിക്കൽ ഗ്രോസറി. ഇത് തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ബിബ്ലിക്കൽ ഗ്രോസറി. അപ്പം അതിനകത്ത് എൻ്റെ പെയിൻറ്റിങ്സും അവർ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഈ ധ്യാനങ്ങൾക്ക് വന്ന് ഓപ്ഷൻ വിളിച്ച് പോയതാണ്. അതുപോലെ തന്നെ ഞാൻ അക്രിലിക്കിൽ ചില പെയിൻറ്റിങ്സ് ഓയിലും ചെയ്തിട്ടുണ്ട്, വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്. അക്രിലിക്കിൽ ചെയ്തത് ഒരെണ്ണം എൻ്റെ ആദ്യത്തെ അക്രിലിക് പെയിൻറ്റിങ് പോയത് എനിക്ക് തോന്നുന്നു 500 യൂറോയ്ക്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു 50,000 മേലെ രൂപയ്ക്കാണ് അക്രിലിക് ഒരു പെയിൻറ്റിങ് ഓപ്ഷന് പോയത്. ഇതൊക്കെ യൂറോപ്പിൽ നടക്കുന്ന സംഗതികളാണ്. അതായത് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, അത് പുസ്തക രചനയിലാണെങ്കിലും കലാകാരന്മാരുടെ രീതിയിലാണെങ്കിലും അതെല്ലാം അങ്ങനെ പോകും. അത്തരം ഒരു രീതി ഇവിടെയും ഉണ്ടായി എന്നുള്ളത് വലിയ അഭിമാനത്തോടെ പറയുകയാണ്. ബിബ്ലിക്കൽ റോസറി, ഞാൻ തിരുവചന ജപമാല എന്ന് പറഞ്ഞ പുസ്തകം മലയാളത്തിൽ കാണിച്ചു. തിരുവചന ജപമാല. അതിനു മുമ്പ് തന്നെ ബിബ്ലിക്കൽ റോസറി എന്ന് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ ഒരെണ്ണം ഇറക്കിയിരുന്നു. ഈ കൈ തന്നെയാണ്, ഈ കൊന്ത ഞാൻ ഉപയോഗിക്കുന്ന കൊന്തയാണ്, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയാണ് ഈ കൊന്തയാണ്. അപ്പോൾ ഇത് എൻ്റെ തന്നെയാണ്. ഈ ബിബ്ലിക്കൽ റോസറിക്കകത്തും എൻ്റെ ചില പെയിൻറ്റിങ്സ് ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് എല്ലാം ഇതുപോലെ ലേലം വിളിച്ച്, അതായത് എൻ്റെ ധ്യാനത്തിൽ തന്നെ ഏറ്റവും അവസാനത്തെ ദിവസം അത് ലേലം വിളിച്ച് ആ പൈസ നമുക്ക് അവർ തരും. അപ്പോൾ ധ്യാനത്തിന് പോകുമ്പോൾ നമുക്ക് ബൈബിൾ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചില പൈസകൾ കിട്ടാനൊക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നതൊന്നും എൻ്റെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയല്ല. നമ്മുടെ നാട്ടിലും ഇത്തരം സർഗാത്മകതയെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സംസ്കൃതി ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ്, പ്രത്യേകിച്ചും കത്തോലിക്കരുടെ ഇടയിൽ അതൊക്കെ വളരെ കുറവാണെന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്നു, കുറവാണെന്ന് വിചാരിച്ചിരുന്നു. അത്ര കുറവല്ല. ഈ ഗ്രന്ഥകർത്താവിൻ്റെ കയ്യിൽ നിന്ന്, മണ്ണൂരമ്പരമ്പലത്തിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട പുസ്തകം വാങ്ങിക്കാൻ ഉന്നതമായ ഒരു സംഖ്യ, വലിയ വില കൊടുത്ത് വാങ്ങിക്കാൻ അതിന് വിലയുണ്ട്. അച്ഛൻ്റെ കയ്യൊപ്പുള്ള, പ്രത്യേകിച്ച് മണ്ണൂരമ്പരമ്പലച്ചെന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ ഒരു നാഴികക്കല്ലായി മാറിയ അച്ഛനാണ്. ഈ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കുർബാന പുസ്തകം തയ്യാറാക്കിയത് അദ്ദേഹമാണ്. 3 ആഫ്രകളും, അദ്ദായിമാറിയുടെ ആണെങ്കിലും നെസ്റ്റോറിസിൻ്റെ ആണെങ്കിലും പിന്നെ തേതോറിൻ്റെ ആണെങ്കിലും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന തക്സ് അദ്ദേഹം തയ്യാറാക്കിയതാണ്. മാർപ്പാപ്പ വന്ന് കുർബാന ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹമായിരുന്നു മാസ്റ്റർ ഓഫ് സെറമണി. അപ്പോൾ ഇതൊക്കെ എത്രയും വലിയൊരു നാഴികക്കല്ലാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ബിബ്ലിയയിൽ കൊണ്ടുവന്ന് നമ്മളൊരു ദിവസം ആദരിക്കാനും ദുഃഖ നവോത്ഥാന സമ്മേളനത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനും അദ്ദേഹത്തെ ആദരിക്കാനൊക്കെ നമ്മൾ തയ്യാറായത്. അതിനോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു നിങ്ങളുടെ മനസ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വില കൊടുത്ത് അത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായത്. വീണ്ടും അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം അറിയിക്കാനുണ്ട്. ഈ എറണാകുളത്ത് ഈ പുസ്തകങ്ങൾ, ഈ കുർബാനയുടെ ചരിത്രം, നമ്മുടെ കുർബാന ചരിത്രം, നമ്മുടെ കുർബാനയുടെ പഠനം വാല്യം 1, പഠനം വാല്യം 2, ഇതിൻ്റെ കോപ്പികൾ കിട്ടണമെങ്കിൽ, നമ്മുടെ എറണാകുളത്ത് കോപ്പികൾ കിട്ടണമെങ്കിൽ ക്യാപ്റ്റൻ ടോം ജോസഫ് FNIയെ നിങ്ങൾ സമീപിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാനത് ഇവിടെ ഇതിനകത്ത് കുറിക്കാം. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. എല്ലാവരും ആളുകൾക്ക് വരേണ്ട കാര്യമില്ല. ബുക്ക് സ്റ്റോളിലേക്കൊക്കെ നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കും. അത് വിതരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉടനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റൻ ടോം ജോസഫ് സാറിനെ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ പുസ്തകങ്ങൾ കിട്ടുന്നതാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞെന്നൊക്കെ പറഞ്ഞതൊന്നും ആവർത്തിക്കുക. നമ്മുടെ കുർബാന, അതിലെ ഓരോ ആചാരങ്ങൾ, അതിലെ ഓരോ പ്രാർത്ഥനകൾ, അതനുഷ്ഠിക്കുന്ന വിധം ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തിരുവചന അടിസ്ഥാനമെന്ത്, തിരുവചനം, അതിൻ്റെ ചരിത്രമെന്ത്, സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനമെന്ത്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, എല്ലാത്തിനും കാര്യകാരണങ്ങളുണ്ട്. അത് തിരുവചനങ്ങളിലും സഭാചരിത്രത്തിലും സഭാപിതാക്കന്മാരിലും ഒക്കെ അടിത്തറയിട്ടത്. അപ്പോൾ ഇനി നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇത് വായിച്ച് പഠിച്ചിട്ട് അർത്ഥവത്തായിട്ട് പങ്കെടുക്കുക. വെറുതെ കുർബാന കാണുകയല്ല, അതിലത്തെ ഓരോ ആചാരങ്ങളോടും ചേരുമ്പോൾ അപ്പോൾ പല വിചാരം ഉണ്ടാകില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം വരുമ്പോൾ നമുക്ക് ഒരു പല വിചാരം ഉണ്ടാകില്ല. ആ തരത്തിൽ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റും, അർത്ഥവത്തായിട്ട് പങ്കെടുക്കാൻ പറ്റും. ഇനിയും സ്വന്തമാക്കാത്തവർ, ഈ പുസ്തകം സ്വന്തമാക്കാത്തവർ അത് സ്വന്തമാക്കണമെന്നും, സീറോ മലബാർ സഭയിലെ എല്ലാ വീട്ടിലും ഈ പുസ്തകങ്ങൾ ഉണ്ടാകണമെന്നും, അത് വായിച്ച് പഠിച്ച് നിങ്ങൾ വീട്ടിലൊക്കെ ചർച്ച ചെയ്ത് കുർബാനയ്ക്ക് പോകുമ്പോൾ അർത്ഥവത്തായിട്ട് പങ്കെടുക്കത്തക്ക വിധത്തിൽ അത് ആ പഠനം രൂപാന്തരപ്പെടുത്തണമെന്നും, അങ്ങനെ നമ്മുടെ കർത്താവിനോടും അവൻ സ്ഥാപിച്ച കുർബാനയോടും കൂതാശകളോടും സഭയോടുമുള്ള നമ്മുടെ കൂറ് തെളിയിക്കണമെന്നും, അതിനുവേണ്ടി കുറച്ച് പണം മാറ്റിവെക്കണമെന്നും എന്നോട് ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ല അച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന വിധം പറയാം. ഇപ്പം ഞാൻ ഒരു വർഷം 2 ലക്ഷം രൂപയുടെ പുസ്തകമൊക്കെ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ
ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, പണമില്ലാതിരുന്നൊരു കാലം. അപ്പം ഞാൻ ചെയ്യുന്നത് 2-3 ദിവസങ്ങളിലൊക്കെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉപവസിച്ചിട്ട് ആ പണം മിച്ചം വെച്ചിട്ട് അതുകൊണ്ട് പുസ്തകം വാങ്ങിക്കും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു ത്യാഗമുണ്ട് അവിടെ. അപ്പോൾ പണമില്ലാത്തപ്പോഴും നമുക്കൊരു ത്യാഗത്തിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണം ഉറക്കമൊക്കെയാണ് കുറച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില സംഗതികൾ. അങ്ങനെ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാം. നമുക്ക് സ്നേഹമുണ്ടോ താല്പര്യമുണ്ടോ നമ്മൾ വഴികൾ കണ്ടെത്തും. അതല്ല ശരിക്കും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം, നിങ്ങൾ ചില സംഘടനകൾ. അങ്ങനെ ഈ കുർബാനയെക്കുറിച്ചുള്ള സംഗതിയാണിത്. കുർബാനയുടെ ഓരോ പ്രാർത്ഥനയും ഓരോ ആചാരവും എന്താണ് അർത്ഥമാക്കുന്നതുള്ള പുസ്തകമാണ്. അപ്പോൾ നമുക്ക് അനുദിനം വേണ്ടതാണ്. നമ്മൾ അനുദിനം പങ്കെടുക്കുന്ന സംഗതിയുടെ കാര്യം പറയണേ. അതിനാൽ എവിടെന്നെങ്കിലൊക്കെ പണം സംഘടിപ്പിച്ച് സംഘടനകളോ ഒക്കെ ആക്കി ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കുക മാത്രമല്ല അത് പഠിക്കുക, ധ്യാനിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരും പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവരും കുർബാനയെക്കുറിച്ച് ശരിക്കും അർത്ഥവത്തായ അറിവുള്ള മനുഷ്യരായി തീരുകയും അത് സഭയുടെ ഒരു സമ്പന്നതയായി മാറുകയും ഉന്നതമായ സംസ്കൃതി എന്ന് പറഞ്ഞത് ഉന്നതമായ സമ്പന്നമായ സംസ്കൃതിയുടെ ഭാഗമായി മാറുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ സന്മനസ്സോടെ മുന്നോട്ട് വരണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.